ഇനി നമ്മുടെ തമ്പുരുവിന് ആറന്മുള അമ്പലത്തിൽ വെച്ച് ഒരു വഴിപാട് നടത്താൻ പോയ കഥയാണ് പറയുന്നത്. വഴിപാട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. കൂടാതെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടെന്ന് കൂടെ. അമ്മുമ്മ നേർന്ന വഴിപാടായതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് സന്തോഷത്തിലാണ്. അങ്ങനെ ഏകദേശം 8 മണിയായപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങി. ഇതാണ് എൻ്റെ അമ്മ. അമ്മ എന്നതിലുപരി എൻ്റെ സുഹൃത്തു കൂടിയാണ്. കാരണം എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യം ഞാൻ പറയുന്നത് അമ്മയോടാണ്. അങ്ങനെ അവിടെ നിന്നിറങ്ങി നേരെ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ തമ്പുരുവിനൊരു വളയും മേടിച്ച് വഴിപാടിനായുള്ള സാധനങ്ങളുമായി അമ്പലത്തിലേക്ക് കയറി. ആറന്മുള അമ്പലത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അകത്ത് കയറി തൊഴുത് വഴിപാടിനായുള്ള രസീതും മേടിച്ച് കൊടിമര ചുവട്ടിൽ നിൽക്കുകയാണ്. ഇനി വഴിപാട് എന്താണെന്ന് പറഞ്ഞു തരാം. അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായ തുലാഭാരം നടത്താൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തിനാണ് തുലാഭാരം നടത്തുന്നതെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. അങ്ങനെ അതിനെനിക്കൊരു ഉത്തരം കിട്ടി. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് തുലാഭാരം നേരുന്നത്. ഒന്ന്, ആരോഗ്യത്തിനായി, അതായത് രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയും, പിന്നെ ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടിയും, കൂടാതെ നന്ദി സൂചകമായും. അങ്ങനെ തമ്പുരു എന്തോ കാര്യമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിനിടെ അവിടെയുള്ള സ്വാമിമാർക്ക് ദക്ഷിണയും കൊടുത്ത് സന്തോഷത്തോടുകൂടി അമ്പലത്തിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. കൂടെ പുതിയൊരു കഥയുമായി പെട്ടെന്ന് തന്നെ വരാം. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് അടുത്ത വീഡിയോയിൽ കാണാം.